ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ടെക്ട്രോണിക്സ് സെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് റാസ്ബെറി പൈ എന്ന ഒരു പവർഫുൾ ഡിവൈസിനെ പറ്റിയാണ്. 10,000 രൂപയിൽ താഴെ മുതൽ മുടക്കിൽ റാസ്ബെറി പൈ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു കമ്പ്യൂട്ടർ നിർമ്മിക്കാം എന്ന് നമുക്ക് നോക്കാം. റാസ്ബെറി പൈയുടെ പല വേർഷൻസും നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. ഞാൻ റാസ്ബെറി പൈ 3B ആണ് യൂസ് ചെയ്യുന്നത്. ലേറ്റസ്റ്റ് വേർഷൻ ആണെങ്കിൽ കുറച്ചുകൂടെ പെർഫോമൻസ് കിട്ടും. ഹീറ്റ് സിങ്കും അഡാപ്റ്ററും എല്ലാം കൂടിയുള്ള ഇതുപോലെയുള്ള ഒരു കിറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഇനി നമുക്കൊരു കീബോർഡും മൗസും ഒരു മോണിറ്ററും കൂടെയാണ് വേണ്ടത്. റാസ്ബെറി പൈയുടെ വീഡിയോ ഔട്ട്പുട്ട് HDMI ആണ്. അപ്പോൾ HDMI സപ്പോർട്ട് ചെയ്യുന്ന ഒരു മോണിറ്ററും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. HDMI ഉള്ള സ്ക്രീൻ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. നമ്മുടെ കയ്യിൽ ഒരു പഴയ VGA സപ്പോർട്ട് ചെയ്യുന്ന സ്ക്രീനാണുള്ളതെങ്കിലും കുഴപ്പമൊന്നുമില്ല. HDMI to VGA ഒരു കൺവെർട്ടർ വാങ്ങിച്ചാൽ മതി, അത് കണക്ട് ചെയ്യാൻ പറ്റും. മാത്രമല്ല നമ്മുടെ വീട്ടിലെ സ്ക്രീൻ അഥവാ വീട്ടിൽ TV ഉണ്ടെങ്കിൽ HDMI സപ്പോർട്ട് ചെയ്യുന്ന TV ഒക്കെ ആണെങ്കിൽ ഡയറക്റ്റ് അതിലേക്ക് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഒന്നും നമ്മുടെ കയ്യിലില്ലെങ്കിൽ മാത്രം നമ്മളൊരു HDMI ഉള്ള സ്ക്രീൻ തന്നെ ഡയറക്റ്റ് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് റാസ്ബെറി പൈയിലേക്ക് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് നമുക്ക് റാസ്ബെറി പൈയുടെ വെബ്സൈറ്റിലേക്ക് തന്നെ പോകാം. ഇവിടെ നിന്ന് നമുക്ക് റാസ്ബെറി പൈയുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. റാസ്ബെറി പൈ OS എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നമ്മൾ റാസ്ബെറി പൈയിൽ യൂസ് ചെയ്യുന്നത്. അതിനായിട്ട് റാസ്ബെറി പൈ മാനേജർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ മെമ്മറി കാർഡിലേക്ക് റാസ്ബെറി പൈ OS ഡൗൺലോഡ് ചെയ്ത് അതിലേക്ക് കോപ്പി ചെയ്യാൻ സാധിക്കും. ഈ കോപ്പി ചെയ്ത SD കാർഡാണ് നമ്മുടെ കമ്പ്യൂട്ടറിലെ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്ന പോലെ തന്നെ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എല്ലാം സ്റ്റോർ ചെയ്യുന്ന ഈ മെമ്മറി കാർഡിലേക്കാണ്. ഈ മെമ്മറി കാർഡ് നമുക്ക് റാസ്ബെറി പൈയിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആ മെമ്മറി കാർഡിൽ നിന്ന് തന്നെ ബൂട്ട് ആയിക്കോളും. ഈ കാണുന്ന റാസ്ബെറി പൈ മാനേജർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴി നമുക്ക് റാസ്ബെറി പൈ OS ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ സോഴ്സും ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വേണ്ടത് എന്നൊക്കെ നമുക്കതിൽ ചൂസ് ചെയ്തിട്ട് അതിലേക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ റാസ്ബെറി പൈ OS ഈ മെമ്മറി കാർഡിലേക്ക് കോപ്പി ആയിക്കോളും. വീണ്ടും ജസ്റ്റ് ആ മെമ്മറി കാർഡ് റിമൂവ് ചെയ്തിട്ട് നമ്മൾ ആ റാസ്ബെറി പൈ ഡിവൈസിലേക്ക് ഇൻസേർട്ട് ചെയ്താൽ മാത്രം മതിയാവും. ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ മാത്രം വലുപ്പമുള്ളെങ്കിലും റാസ്ബെറി പൈ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ തന്നെയാണ്. നമുക്ക് നെറ്റ്വർക്ക് കേബിൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലാൻ ഓപ്ഷനും USB കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോർട്ടുകളും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്തിരിക്കുന്ന മെമ്മറി കാർഡ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെമ്മറി കാർഡ് സ്ലോട്ടും ഡിസ്പ്ലേ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള HDMI പോർട്ടും എല്ലാം ഈ റാസ്ബെറി പൈയിൽ അവൈലബിൾ ആണ്. വൈഫൈ, ബ്ലൂടൂത്ത് അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും ഈ ചെറിയ ഒരു കമ്പ്യൂട്ടറിനകത്ത് അടങ്ങിയിട്ടുണ്ട്. നമുക്ക് കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു കമ്പ്യൂട്ടറായിട്ടോ അല്ലെങ്കിൽ മീഡിയാസ് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ, ഒരു മെയിൽ ചെക്ക് ചെയ്യാൻ, അങ്ങനെയുള്ള പല ആവശ്യങ്ങൾക്കും ചെറിയ ആവശ്യങ്ങൾക്കും വളരെ ചിലവ് കുറഞ്ഞ ഒരു കമ്പ്യൂട്ടർ എന്ന നിലയിൽ നമുക്ക് ഈ റാസ്ബെറി പൈ ഒരു കമ്പ്യൂട്ടറായിട്ട് തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. കീബോർഡും മൗസും എല്ലാം കണക്ട് ചെയ്തു, പവർ സപ്ലൈ ഒക്കെ കണക്ട് ചെയ്തു. ഇനി നമുക്ക് റാസ്ബെറി പൈ ഒന്ന് ഓണാക്കി അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ എങ്ങനെയുണ്ട്, അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ക്രോമും മീഡിയാസ് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള VLC മീഡിയ പ്ലെയറും എല്ലാം ഈ OSൻ്റെ കൂടെ തന്നെ അവൈലബിൾ ആക്കി തന്നിട്ടുണ്ട് അവർ. എങ്കിലും നമുക്ക് കൂടുതൽ ആപ്ലിക്കേഷൻസൊക്കെ ഇതിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ടെർമിനൽ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. കുറച്ചുകൂടെ പെർഫോമൻസ് ആവശ്യമുള്ള ഒരു റാസ്ബെറി പൈ 5 യൂസ് ചെയ്യുന്നതാണ് നല്ലത്. റാസ്ബെറി പൈ 5 കുറച്ചുകൂടെ അഡ്വാൻസ് ആണ്. USB ഹൈ സ്പീഡ് ഫ്ലാഷ് മെമ്മറി ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്കതിലേക്ക് അതിൽ തന്നെ USB-യിൽ തന്നെ OS ഫ്ലാഷ് ചെയ്യാൻ സാധിക്കുന്നതാണ് റാസ്ബെറി പൈ 5-ൽ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.